നേരം ഇതെന്തോന്ന് എന്റെ മേക്കപ്പ് സാധനത്തിലൂടെ കരിയില്ല എന്റെ മേക്കപ്പ് സാധനത്തിലൂടെ ഇതൊക്കെ നിനക്ക് തടങ്ങി സുഖല്ലേ നിനക്ക് കണ്ണുകൊണ്ടുകൂടാണ് ഞാൻ കരി പറഞ്ഞത് കണ്ണ് കണ്ടുകൂടാണ് ഞാൻ കണ്ടില്ല നീ കരിയാതെ എന്റെ ദേഹത്തോടെ വരികത്തി എവിടെ കരിവേലും കൂടെ എന്റെ മേക്കപ്പ് സാധനത്തിന്റെ കൂടെയാണ് വെക്കണേ ഞാൻ ഒരു സ്ഥലം ഒതുക്കിയല്ലേ വെച്ചിരുന്നത് ഇതാ ഒതുക്കി വെക്കണേ പിന്നെ എന്താ അപ്പു ഈ സ്പാനറൊക്കെ കൊണ്ട് എന്റെ അലമാരല്ല കൊണ്ട് വെക്കണേ അയ്യോ എന്റെ സ്പാനറെല്ലാം എടുത്തിട്ട് എറിഞ്ഞിരിക്കുന്ന അടിത്തറയല്ലേ ഓ എറിഞ്ഞ് നിന്നെ ഞാൻ കാണിച്ചതാടി എന്തോന്ന് കോല അപ്പു ഇത് എന്തോന്നപ്പോ ഇത് വർഷപ്പാ നിനക്ക് എന്തെന്താ കുഴപ്പം എന്തെന്താ കുഴപ്പം നിനക്ക് ഞാൻ ഒന്നും പറയല്ല നിങ്ങൾ എന്താന്ന് വെച്ചാ കാണി ഇപ്പൊ ഈ പെണ്ണിന് ഭ്രാന്തി തന്നെ എനിക്ക് ഭ്രാന്തി തന്നെ നീ എന്തിനു കാണിക്കുന്ന ഇവിടെ ഇറങ്ങി പോ വെളിയിൽ ഞാൻ പോണു ഏയ് എവിടെ പോണേ വേണ്ട സാധനം നുള്ളി പറക്കി വെച്ചിട്ട് പോയാ എനിക്കൊന്നും പറ്റൂല അപ്പൊ എന്നെ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതിയല്ല അയ്യോ ഇത് മുഴുത്ത ഭ്രാന്തിയൻ അയ്യോ ഇതെല്ലാം കൂടെ പറക്കി എത്ര തുടച്ചിട്ടും കരിയായാലും പോണില്ലല്ലേ എന്തോ ഇതൊന്നും അത്ര ശരിയല്ല. എന്തിനു വെക്കണേ ആ പിങ്കി പെണ്ണെടുത്ത് ദേഹത്തൂടെ കരിയോല ഒഴിച്ചെന്ന് അത്ര ശരിയായില്ല. അവള് കരിയായാലും പുറത്ത് കടന്ന സമയത്ത് ഞാൻ വന്ന് കയറി അങ്ങനെ പറ്റിയതല്ലേ. ഇവിടെ വന്ന തീരുമാനം തെറ്റായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഓരോന്ന് ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടി ചിന്നുവിനെ വിഷമിപ്പിക്കല്ലേ. ചിന്നുവിന്റെ വിഷമമൊന്നുമല്ല ഞാൻ ഇവിടെ പറയണത്, പിങ്കിയുടെ ഇഷ്ടക്കേടാണ് ഞാൻ പറയണത്. അവക്ക് ഇവിടെ പിടിച്ചില്ലെന്നാണ് തോന്നുന്നത്. അവള് കൊച്ചു കുട്ടിയല്ലേ, അവള് പറഞ്ഞൊക്കെ നമ്മളങ്ങ് ചോദിച്ചങ്ങ് പോയാൽ മതി. അവളെന്തിനേ അവള് സ്പാനറൊക്കെ എടുത്ത് എറിഞ്ഞെന്തിന്? അവളെ തുണിയുടെ കൂട്ടത്തിൽ എന്റെ സ്പാനറിനെ കൊണ്ടുവച്ചാ ആരെല്ലാം എടുത്ത് മാറ്റി വയ്ക്കൂലേ. അങ്ങനെ ചെയ്തതാണ്. നോക്ക് അവക്കാണെങ്കിലേ അവളെ അമ്മൂമ്മയുടെ സ്വഭാവമാണ്, മനസ്സിനകത്ത് ഒന്നും ഇരിക്കൂല, ഉള്ളതൊക്കെ തുറന്നങ്ങ് പറയും. അപ്പൂപ്പന്റെ സ്വഭാവം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നിനക്ക് ചെറിയ കാര്യം മതിയില്ലേ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ. ഇവിടെ ശരിയാവും തോന്നുന്നില്ല. എനിക്കും തോന്നി മക്കളെ ഇവിടെ ശരിയാവൂലെന്ന് തന്നല്ലേ. ഓ ആദ്യമായിട്ട് അച്ഛൻ ഞാൻ പറഞ്ഞൊരു കാര്യം സമ്മതിച്ചല്ലേ, വലിയ സന്തോഷമുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി പോണം. എവിടെ പെട്ടി കിടക്കരുതോണ്ട് നമ്മളെ വീട്ടിൽ പോവാന്ന്. ഏയ് ഞാൻ ഈ വീട് വേണ്ട കാര്യമല്ല പറഞ്ഞത്, ഭർത്താവിന്റെ കാര്യമാണ് പറഞ്ഞത്. പൊട്ടായി പൊട്ടൻ ചിരിക്കണ. ആർക്കും എന്തിനു ദേഷ്യം വന്നാലും എന്റെ സ്പാനറിന്റെ ഭർത്താവല്ലേ കാരണത്. പിങ്കു പിങ്കു എന്ത് എന്തോന്ന് ഇങ്ങനെ വന്നിരിക്കണേ? എനിക്കൊന്നുമില്ല. ഒന്നുമില്ല. ഒന്നുമില്ലാണ്ടാണ് നിന്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണേ. അപ്പൊ എനിക്ക് എന്റെ റൂം തിരിച്ചു വേണം. എടി നിന്റെ റൂം ആര് കൊണ്ടുപോയെന്നാണ്? അത് അവിടെ തന്നെയല്ലേ ഉള്ളത്. അപ്പൊ ഇതുമ്പോ തമാശക്കല്ലേ? എടി എന്തുവാടി നീ ഇങ്ങനെ പറയാനാണ്? ദേവിയേട്ടൻ വിളിച്ചിട്ടല്ലേ നമ്മൾ ആ വീടൊക്കെ വാടക കൊടുത്തിലൂടെ വന്ന് താമസിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ അവർക്ക് ഒരുമാതിരി വലിഞ്ഞേറി വന്നോലെ തോന്നൂലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. നീ അങ്ങനെയൊന്നും പറയണ്ട. പക്ഷെ നീ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ അവർക്ക് അങ്ങനെയല്ലേ ഫീൽ ചെയ്യത്തുള്ളൂ. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യോ? ചേട്ടന് ഫീൽ അടിച്ചെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല അപ്പച്ചി. എനിക്ക് എന്റെ റൂം വേണം, അത്രേ ഉള്ളൂ. അപ്പൊ നിനക്ക് എന്റെ റൂം മാത്രം മതിയല്ലോ? വേറെ ഒന്നും വേണ്ടല്ലോ? വേണ്ട. അപ്പൊ ഇതും വേണ്ടല്ലോ? ഇതെവിടെ കിട്ടി? നീ എവിടെ നിന്ന് വെച്ചാ അവിടെ നിന്ന് കിട്ടി? അപ്പച്ചി അത് എന്റെ ആണെങ്കിൽ അപ്പച്ചി. അതെനിക്ക് മനസ്സിലായി, അതാണല്ലോ ഞാൻ എടുത്തത്. അപ്പച്ചി അത് എന്റെ സാധനം. അതല്ലേ ഞാൻ എടുത്തേന്ന്. എന്തോന്ന് എടുക്കണേ? എന്തിനാ വായിക്കാൻ? അതെന്റെ പേഴ്സണൽ സാധനമാണ്. പിന്നെ ഈ വീട്ടിൽ അങ്ങനെ പേഴ്സൺ എന്ന് പറയാനൊന്നുമില്ല. അപ്പച്ചി അപ്പച്ചി നീ എന്താണ് ഇതിന്റെ അകത്ത് എഴുതി വെച്ചേക്കണേ? മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ലോ, നിനക്ക് എന്താണ് പേഴ്സണൽ ആയിട്ട് എഴുതാനുള്ളത്? അതൊക്കെ ഉണ്ടാവും. അതന്നെ എനിക്ക് അങ്ങനെ നീ പറയുന്നതോടെ എനിക്ക് ആകാംക്ഷ കൂടി വരാണ്. ഇനി ഞാൻ വായിച്ചിട്ടേ തരുള്ളൂ. വെറുതെ പിടിക്കല്ലേ, ഞാൻ പോണം. അപ്പച്ചി അത് എന്റെ സാധനമാണ്. അപ്പച്ചി കഷ്ടം. അപ്പച്ചി